ഹായ് ഓൾ. രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്ന 10 ദുശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പം നമുക്കറിയാമല്ലേ, കൊറോണ വന്ന സമയത്തും അത് കഴിഞ്ഞും ഇപ്പോഴും നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന, ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാം. കാര്യം ഇത് കഴിഞ്ഞ് ഒരുപാട് പേര് പറയുകയുണ്ടായി, വാക്സിൻ എടുത്തവരും വാക്സിൻ എടുക്കാത്തവരും ഒക്കെ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, എനിക്കിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഭയമാണ്. അപ്പോൾ എങ്ങനെ ഈ ഭയത്തെ മറികടക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ചില ദുശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ളൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ആദ്യത്തെ ദുശീലം, നമ്മൾക്ക് നല്ല ഒരു ഉറക്കം കിട്ടാത്തത്. ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ലൈഫാണ്, നമുക്കറിയാം. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, എനിക്ക് പകൽ നേരം കിട്ടാറില്ല. കാര്യം ഞാൻ രാവിലെ വൈകി എഴുന്നേൽക്കുന്നത്. രാവിലെ വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് ഓടണം, പിന്നെ വൈകിട്ട് വന്ന് രാത്രിയാണ് ഞാൻ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്നത്. വീട്ടുകാരോട് സംസാരിക്കുന്നത് തെറ്റല്ല കേട്ടോ, പക്ഷെ അതിന് പറ്റിയ സമയം അതൊന്ന്. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പറയും ഒരു നല്ല മൂവിയുണ്ട്, ഒരു നല്ല വെബ് സീരീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളത് കാണാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം രാത്രി. അപ്പോൾ രാത്രി 12 മണി, 1 മണി, 2 മണി ഈ സമയത്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ രാവിലെ നിങ്ങളെ കൊണ്ട് 6 മണിക്ക് 7 മണിക്കൊന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ ഈ രാവിലെ വൈകി അങ്ങോട്ട് സ്ഥിരമായിട്ട് എഴുന്നേറ്റ് തുടങ്ങുമ്പം ഇത് പതുക്കെ നമ്മുടെ സ്വഭാവത്തെ മാറ്റി തുടങ്ങും. അപ്പം നിങ്ങൾക്കറിയാം, എത്രയൊക്കെ നല്ലൊരു ജോലിയാണെങ്കിലും നമ്മൾക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തിയില്ലായ്മ വരുന്നു, ഒരു സ്ട്രെസ്സ്, ഒരു ടെൻഷൻ. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയെയും ബാധിക്കുന്നു. അപ്പം നല്ല രീതിയിലുള്ളൊരു ഉറക്കമുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ മണിക്കൂറോളം ഉറങ്ങുന്നതിലല്ല കാര്യം. പലരും പറയാറുണ്ട് എന്നോട്, ഞാൻ 7-8 മണിക്കൂർ ഉറങ്ങാറുണ്ട്. ഈ 7-8 മണിക്കൂർ എങ്ങനെയാണെന്നറിയോ, രാത്രി 12 മണിക്ക് കിടക്കുക, രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുക. ഈ രാവിലെ ഒരു 6 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പം ഒന്ന് ശരീരത്തിനുള്ള ടെമ്പറേച്ചർ കൂടുന്ന സമയമാണ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുറച്ചൊരു എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അറ്റൻഷനും മൈൻഡ്ഫുൾനെസ്സും ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവത്തില്ല നമ്മൾ വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ. നമ്മൾ ആകെ മൊത്തം ഒരു ധൃതിയിലായിരിക്കും. അപ്പം നമുക്ക് പിന്നെ ഒരു സ്ട്രെസ്സിനും ടെൻഷനും ഭയങ്കരമായിട്ട് കൂടുന്നു. അങ്ങനെ സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും താളം തെറ്റുന്നു. നമ്മൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നില്ല. ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അമിതവണ്ണം, ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, ഇതിനെല്ലാത്തിനും ഒറ്റ ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ഉറക്കം ശരിയാവാത്തത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ഒരു പ്രതിരോധശേഷി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി നേരത്തെ കിടക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഇനി രണ്ടാമത്തത്, അമിതമായ നമുക്കറിയാം ബേക്കറി ഫുഡ്സ്. അപ്പോൾ പഞ്ചസാരയൊക്കെ അടങ്ങിയ ഫുഡ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. പലരും പറയാറുണ്ട്, മധുരം കഴിക്കുമ്പോൾ അതിൽ അലിഞ്ഞങ്ങ് പോകും, എല്ലാ പ്രശ്നങ്ങളും അലിഞ്ഞു പോകും. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. കൊളസ്ട്രോള്, ഷുഗർ, ഹൈപ്പർ ടെൻഷൻ എല്ലാം നമുക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്ത് ഈ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ നിർത്തേണ്ട സമയമായി. ഇനി പലരും പറയാറുണ്ട്, വിറ്റാമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ, അതുപോലെ തന്നെ ഞാൻ ഓറഞ്ച്, അതിൻ്റെ കൂടെ ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കലക്കിയിട്ട് ജ്യൂസ് കുടിക്കും. വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി നിങ്ങളുടെ ശരീരം അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് വലിച്ചെടുക്കാതിരുന്നാലോ നമ്മൾക്ക് വിപരീത ഫലമാവും ഉണ്ടാവുക. അപ്പം ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മദ്യം. അപ്പം മദ്യം എന്ന് പറയുമ്പം ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ കഴിക്കുന്നതാണെങ്കിൽ ഡൈജഷനെ കൂട്ടും. പക്ഷെ വളരെ ചെറിയ തോതിലല്ല പലരും കഴിക്കാറുള്ളത്. അതിങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടി വരുന്ന ഒരു ശരീരം എന്ന് പറയുമ്പം ഒന്ന് ഞരമ്പിന് തളർച്ച അനുഭവപ്പെടുന്നു. പലരും പറയാനുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം, നമ്മളുടെ ആകെ മൊത്തമുള്ള ഒരു ശരീരത്തിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ലിവറിന് ഇരട്ടിപ്പണി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പലരും ഫാറ്റി ലിവർ, അതുപോലെ തന്നെ സിറോസിസ് ഓഫ് ദ ലിവർ എന്ന സ്റ്റേജിലേക്ക് വരെ പോകുന്നത് മദ്യം കാരണമാണ്. അത് മാത്രമല്ല, വിറ്റാമിനുകൾ ശരിയായിട്ടുള്ള രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അപ്പം മദ്യം കൊണ്ട് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. ഇനി ചൂട് കാലത്തിൽ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഹീറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം, പുറമേ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് പ്രായം കൂടുതൽ തോന്നിക്കും. പക്ഷെ മദ്യപാനിയാണെങ്കിലോ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തോന്നിപ്പിക്കുന്നു.
പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബുദ്ധി, ഓർമ്മ ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രതിരോധ ശക്തിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശീലം ഒഴിവാക്കേണ്ട സമയവും ആയി. അടുത്തത് പുകവലി. പുകവലി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, 250ഓളം കെമിക്കൽസ് ചേർന്നിട്ടാണ് ഇപ്പം നമുക്ക് അൾട്രാ മോഡേൺ സിഗരറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഇത് നമ്മൾക്ക് മാത്രമല്ല ഹാനികരം, നമ്മുടെ കൂടെ ഉള്ളവർക്കും ഹാനികരമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ നിർത്തേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ പല ഹാനികരമായ കെമിക്കൽസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്കറിയാം അമോണിയ, അതുപോലെ നിക്കോട്ടിൻ, ടൊളുവിൻ, അങ്ങനത്തെ ഒരുപാട് ഹാനികരമായ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിർത്താനും സമയമായി. ഇനി അടുത്തത് കോഫി. ഒരുപാട് പേര് കോഫി അഡിക്റ്റഡ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ പലപ്പോഴും എന്നോട് ടീച്ചേഴ്സ് പറയാറുള്ളതാണ്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല ഡോക്ടറെ, ഇവരോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് എനർജി വേണം, ഈ എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ ടീ അല്ലെങ്കിൽ കോഫി കുടിക്കും. ഈ ടീ അല്ലെങ്കിൽ കോഫി ഒരു ദിവസം 7 ഗ്ലാസ് അല്ലെങ്കിൽ 8 ഗ്ലാസ് ആണെങ്കിൽ തൈറോയിഡ് ഡിസീസ് വരെ നിങ്ങൾക്ക് വേറൊരു കാരണവും വേണ്ട. ഈ തൈറോയിഡ് മാത്രമൊന്നുമല്ല, ഉറക്കക്കുറവ്, എപ്പോഴും നമ്മൾ ഇത് കുടിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആങ്സൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻ, പിന്നെ അതിനുള്ള മരുന്നുകൾ വേറെ. അപ്പോൾ ഇതിന് പുറമേ നമ്മൾ ഓടിക്കേണ്ടി വരും. ഇനി അത് മാത്രമല്ല, നിങ്ങളിപ്പോഴത്തെ കാലത്ത് കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൽ 50% പഞ്ചസാരയും 50% കഫീനും മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും ആരോഗ്യത്തിന് വളരെ നല്ല സാധനങ്ങളാണല്ലോ അല്ലേ. അപ്പം ഇത് നിർത്താൻ വേണ്ടിയിട്ട് സമയമായി. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള അയണിൻ്റെ അബ്സോർപ്ഷനെയും കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെയും ഇത് ഗണ്യമായി തന്നെ കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന എന്നൊക്കെ പറയുന്നത് നമ്മൾ സർജറിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ചായ അല്ലെങ്കിൽ കോഫി അഡിക്റ്റായിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ നിർത്താനുള്ള വഴി നോക്കിക്കോളൂ. ഇനി അടുത്തത് ജങ്ക് ഫുഡ്. ഇപ്പം നമുക്കറിയാം ജങ്ക് ഫുഡ് രാത്രി പല റെസ്റ്റോറൻറ്റുകളുണ്ടല്ലേ, അവർ രാത്രി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെന്തുകൊണ്ട് ഈ രാത്രി മാത്രം വർക്ക് ചെയ്യുന്നത്? രാത്രിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളത്. അപ്പം ഈ ജങ്ക് ഫുഡിനകത്ത് നമുക്ക് തന്നെ അറിയാം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും പിന്നെ ചീസ്. പല കുട്ടികളും പറയുന്നത് കേൾക്കാറുണ്ട്, ചേട്ടാ ആ ബർഗറിനകത്ത് കുറച്ച് ചീസ് കൂടുതൽ ചേർത്തേരാൻ. ഇങ്ങനെ പറയുന്ന കക്ഷികളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള വാതിൽ നിങ്ങൾ തന്നെ തുറന്നിടുകയാണ് ചെയ്യുക. കാര്യം ഇത് ഒന്ന് ദഹിക്കാൻ പാടാണ്. പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ലെവൽ കൂടി നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നിങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൊതുവേ ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. സ്ഥിരമായിട്ട് ജങ്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് എപ്പോഴും ഒന്നെങ്കിൽ അവർക്ക് വയറുവേദന അല്ലെങ്കിൽ ഛർദി, അസിഡിറ്റി ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വിടാതെ ഉണ്ടാവും. ഇനി മുതിർന്നവരാണെങ്കിലോ അവർക്ക് PCOD, അതുപോലെ തന്നെ ഹൈ BP, കാര്യം ഇതിനകത്തൊക്കെ സോഡിയം പൊട്ടാഷ്യം കണ്ടന്റ് വളരെ കൂടുതലാണ്, ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് വെള്ളം കുടി. വെള്ളം കുടി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടി കുറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ അടുത്ത് വരുന്ന കേസ് എന്താണെന്ന് ചോദിച്ചാൽ വയറുവേദന, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. കാരണം എന്താണ്? വെള്ളം കുടി നല്ല കുറവാണ്. വെള്ളം കൂടി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് കിഡ്നി സ്റ്റോൺ പോലെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിട്ടുമാറാത്ത സ്കിൻ പ്രോബ്ലംസും സ്കിൻ ഇൻഫെക്ഷൻസും വന്നിട്ടേയിരിക്കും. ഇനി ലോ BP ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളിലാണല്ലോ. എന്താണ്? വെള്ളം കൂടി കുറയുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, നമ്മളുടെ ഒരു ദിവസത്തെ എനർജി ലെവൽ അസസ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട്. ഒരുപാട് വെള്ളം കുടിച്ചുള്ള പ്രശ്നം എന്താണ്? ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കിഡ്നി ഓവർലോഡ് ആയിപ്പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി അടുത്തത് വ്യായാമമില്ലാത്ത ജീവിത രീതി. അപ്പം വ്യായാമമില്ലാത്ത ജീവിത രീതി എന്ന് പറയുമ്പം പലരും പറയാറുണ്ട്, എൻ്റെ വീട്ടിലെ ജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. ആയിരിക്കാം, പക്ഷേ നമുക്കെല്ലാം അറിയാം പണ്ടത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് കുറേയൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. കല്ലിൽ അരയ്ക്കേണ്ടതിന് പകരം നമ്മൾ മിക്സി ജാർ യൂസ് ചെയ്യുന്നുണ്ട്. കല്ലിൽ അലക്കേണ്ടതിന് പകരം നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും വേണ്ട, നിങ്ങൾ പഴയ കാലഘട്ടത്തിലോട്ട് പോകാൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമം നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ. ലോ BP ഒക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ലോ BP കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്യായാമം കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗണ്യമായ രീതിയിൽ മാറ്റം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും. ആത്മവിശ്വാസം തരുമ്പോൾ തന്നെ സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഒരു പരിധിക്കുള്ളിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വ്യായാമം വേണം. മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ PCOD പോലുള്ള പ്രോബ്ലംസ് ഉള്ളത്.
അങ്ങനെയുള്ളൊരു വ്യായാമം കൃത്യമായി തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്യുക. ഒരിക്കലും രാത്രി സമയത്തല്ല ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി നിർത്തുന്നു. ഒരു ദിവസം മുഴുവൻ നമ്മുടെ കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. ഇനി കൂടുതൽ വ്യായാമം ചെയ്യുക. ഒരു കൂട്ടരുണ്ടല്ലേ, എപ്പോൾ നോക്കിയാലും ജിം പാർലറിലാണ്. അപ്പം അവർക്ക് 3 മണിക്കൂർ 4 മണിക്കൂർ ഒന്നും തികയുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ടും അവരുടെ ശരീരത്തിന് വണ്ണമൊട്ട് കുറയുന്നില്ല. വണ്ണം കൂടുന്നതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ മണിക്കൂറുകൾ നിങ്ങളവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ആങ്സൈറ്റി കൂടുന്നു, സ്ട്രെസ്സ് കൂടുന്നു, ടെൻഷൻ കൂടുന്നു അല്ലേ. അപ്പോൾ അധികമായാൽ അമൃതം വിഷം. അതുകൊണ്ട് ഏതാണ് നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്ന വ്യായാമം, അതും വെയിൽ കാലത്ത് നമ്മൾ വളരെ കുറച്ച് വ്യായാമമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യാൻ പാടില്ല. കൂടുതൽ വ്യായാമം ചെയ്യുമ്പോഴത്തേക്കും അതും നമ്മുടെ ഹാർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും ഒക്കെ നമുക്ക് വീക്കൻ ചെയ്യാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ശരീരം, നമ്മുടെ കാലാവസ്ഥ ഒക്കെ അറിഞ്ഞ് നമ്മൾ വ്യായാമം ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിലാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക. ഇനി അടുത്തത്, ഒറ്റയ്ക്കുള്ള ജീവിതം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ് അല്ലേ. ഓടുന്നത് നല്ലതാണ്, പക്ഷേ ഈ ഓട്ടത്തിൽ നമ്മുടെ കൂടെ ഉള്ളവരുണ്ട്. ചിലപ്പോൾ നമ്മുടെ വൈഫ്, നമ്മുടെ കുട്ടികൾ ഒക്കെയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല എങ്കിൽ കുറേ കാലം കഴിയുമ്പം അവർ കിളികളൊക്കെ പറന്ന് പോകും. പറന്ന് പോയി കഴിഞ്ഞ് ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഭയങ്കര ബോറിംഗ് ആണ് അല്ലേ. ആരും സംസാരിക്കാനില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നത്. മറിച്ച് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ചുറ്റും ആക്റ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇത്രയൊക്കെ ഗാഡ്ജറ്റ്സും നിങ്ങളെ ചുറ്റി എല്ലാ ജീവിത സുഖ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ചിരിക്കാത്ത മുഖമുള്ള കുറേ പേരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷുഗറും കൊളസ്ട്രോളും BP ഒന്നും വരാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിച്ച് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ നമ്മളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വ്യക്തി. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള വ്യക്തിയെ കേട്ട് കഴിയും ഒരു അസുഖങ്ങളും വരാൻ പോകുന്നില്ല, അസുഖങ്ങൾ ഓടിപ്പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരോടും മിങ്കിൾ ചെയ്ത് ജീവിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഡിയേഴ്സ്.